എല്ലാവർക്കും ചില്ലി ഫ്ലെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ മലേഷ്യയിൽ ടൂറിന് വന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ആ അപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയൊരു ടൂറാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആക്സസ് കാർഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് നമ്മളെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് ഭയങ്കര സേഫ്റ്റി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടോ. 49ാമത്തെ ഫ്ലോറിലായിരുന്നു നമ്മളുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് താഴെ പോയി വന്നതായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മളെ ഫേവറേറ്റ് പാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം, കിച്ചണിന്ന്. നമ്മൾ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് കിച്ചൺ വരുന്നത്. ഒരു ചെറിയ കിച്ചൺ ആണെങ്കിലും ശരിയൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസും കൂടി വരുന്ന നല്ലൊരു കിച്ചണായിരുന്നു. ശരിക്കും നമ്മളൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് ഓപ്പൺ കൺസെപ്റ്റിൽ വരുന്ന കിച്ചൺ. അപ്പോൾ നല്ല ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നുകയും ചെയ്യും. അതേപോലെ തന്നെ സ്റ്റോറേജിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജും ഉണ്ട്. ഓവൻ മുതൽക്ക് എല്ലാം ഈ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സ്റ്റവ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല സ്റ്റോറേജാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി, ഞങ്ങൾ booking.com ഈ ഒരു വീട് ബുക്ക് ചെയ്യുന്നത്. അതിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഹോള് പോലെയാണ്, ലിവിങ് കം ഡൈനിങ് വിത്ത് കിച്ചൺ, ഓപ്പൺ കിച്ചണായിട്ട്. ഇത് ഈ ബുക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ ഒരു വിൻഡോയിലൂടെയുള്ള വ്യൂ തന്നെയായിരുന്നു. നമുക്ക് ട്വിൻ ടവറിൻ്റെ സൈഡ് വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ സ്ട്രെയിറ്റ് വ്യൂ അല്ല, സൈഡ് വ്യൂ ആണ്. പക്ഷേ നല്ല രസമായിരുന്നു. നമുക്ക് വളരെ അടുത്തായിരുന്നു, ടൗണിനോട് വളരെ അടുത്തായിരുന്നു. എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതിൽ നല്ലൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. വാർഡ്രോബ് ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് തട്ടൊന്നുമില്ല, ഫുള്ളായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാർഡ്രോബാണ്. ഇതും അതേ നല്ല നമുക്ക് ഈ ഒരു ടോപ്പുകളൊക്കെ ഫുള്ളായിട്ട് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു കോട്ട് സ്റ്റാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിലും നമുക്ക് ലിവിങ് റൂമിൽ കിട്ടുന്ന സെയിം വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. രാത്രിയെല്ലാം കിടക്കുമ്പോഴൊക്കെ നല്ല ട്വിൻ ടവറിനെ കണ്ട് കിടന്നുറങ്ങാം. അതും നല്ല ഇഷ്ടമായി. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബെഡ്റൂമും ആ ലിവിങ് റൂമുമാണ്. വളരെ സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു. പിന്നെ നമുക്ക് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം മാസ്റ്റർ ബെഡ്റൂമിനാണ്. അപ്പോൾ ഇതുപോലെയാണ് ഒരു മീഡിയം സൈസിൽ വരുന്നൊരു ബാത്റൂമാണ്. വെറ്റ് ഏരിയയും അതേപോലെ തന്നെ ഡ്രൈ ഏരിയയും ഒരു ക്യൂബിക്കിൾ പോലെയാണ് നമ്മൾ വെറ്റ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. പിന്നെ നല്ല നീറ്റായിരുന്നു, അതാണ് എടുത്തു പറയേണ്ടത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു പാസേജ് പോലെയാണ് നമുക്ക് ആ കിച്ചൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഇതുപോലത്തെ ഒരു ബാത്റൂമാണ്. അതും മറ്റേ ബാത്റൂമും നമ്മൾ സെയിം ആണ് കേട്ടോ. സെയിം ക്യൂബിക്കിൾ മോഡലിലാണ് വരുന്നത്. ഇനി നമുക്ക് 3 ബെഡ്റൂമുണ്ട്. അതിലെല്ലാവരും ഇത് നമ്മളെ ഫസ്റ്റ് ബെഡ്റൂം. നല്ല സുഖമായിട്ട് അവിടെ കിടക്കാൻ. ഇതാണ് അടുത്ത ബെഡ്റൂം. ഒരു മീഡിയം സൈസിലാണ് വരുന്നത്. കോട്ട് സ്റ്റാൻഡ് ഉണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ക്യൂട്ട് കുഞ്ഞി മുറിയാണിത്. നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മളെ നെക്സ്റ്റ് റൂം. ഇതിൽ ബെഡ് ഉണ്ട്. പിന്നെ അവിടെ സോളാർ സിസ്റ്റത്തിന്റെ ഫുള്ളും ഉണ്ട്. അവിടെ AC. പിന്നെ ഇവിടെ വിൻഡോ ഉണ്ട്. കൂട്ടത്തിലെ ചെറിയ റൂം ഇതാണെങ്കിലും നമ്മൾ ഇത്രയും പേര് ട്രാവൽ ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്ഷനായിരുന്നു ഇതുപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത്. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും വളരെ അടിപൊളിയായിരുന്നു. പിന്നെ നല്ല പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനുമാണ്. നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഒരുവിധം എല്ലാ റൂംസിൽ നിന്നും കിട്ടുന്നത്. പക്ഷെ ഇവിടെ റീനിയാണ്, അതുകൊണ്ടാണ് അധികം കാണാൻ പറ്റാത്തത്. ഇവിടെ പോയപ്പോ ഇല്ല. ഞങ്ങൾ ട്വിൻ ടവറിന്റെ ബ്രിഡ്ജിലൂടെ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ കാണാൻ പറ്റും. എവിടെയാ കാണാൻ പറ്റുക? അമ്മേന്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. ഞാൻ ചെറിയ വീഡിയോ ആണ് അമ്മ എടുത്തത്, അതുകൊണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ട്വിൻ ടവറിന്റെ ഈ സൈഡിലൂടെ ഇങ്ങനെ ജോയിനിങ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്. എവിടെയാ നമ്മൾ പോയത് രാവിലെ? ഇന്ന് നമ്മൾ രാവിലെ ഒരു ടെമ്പിളിൽ പോയി. ടെമ്പിളിന്റെ പേരെന്താ പറയ്?
നെവൻ ഓർമ്മ ഉണ്ടോ എന്താ ടെമ്പിളിന്റെ പേര്? ടെമ്പിൾ എന്ത് കേവാ നെവൻ ഓർമ്മ ഉണ്ടോ? ഒന്ന് നമ്മള് രാവിലെ പോയ ടെമ്പിളിന്റെ എന്താ? മങ്കീനെ കണ്ട ടെമ്പിളിന്റെ പേരെന്താ? ബാത്തു കേവ്സ്. നമ്മള് പോയി കണ്ടിട്ട് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് സ്ഥലത്താന്ന് പറഞ്ഞില്ലേ പോയത്? അവിടെ അതിന്റെ പേരെന്താ? പറയാൻ പറ്റില്ലെങ്കിൽ പേടിയായിട്ടൊന്നല്ല, മറന്നുപോയി എന്ന് പറയാം. ജെന്റിങ് ഹൈലാൻഡ്. നൈനൂന് ഈ വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എവിടെയാ? ഈ വീട്ടിലോ? നമ്മളെ ബെഡാ ഇഷ്ടം. നെവന്റെ ഏറ്റവും ഫേവറേറ്റ് വിൻഡോയിലൂടെയുള്ള വ്യൂ. നെവന്റെ ഏറ്റവും ഫേവറേറ്റ് എന്താ? നെവന്റെ ഫേവറേറ്റ് എവിടെയാ? ഫേവറേറ്റ് ആയിട്ടുള്ളത് എവിടെയാ ഈ റൂമിൽ? പറയൂ. നിനക്കെന്താ ഫേവറേറ്റ്? നെവൻ, നിന്റെ ഫേവറേറ്റ് എന്താ? ഓക്കെ, പിന്നെ നമ്മളെ റൂമിന്റെ ഉള്ളിൽ എന്താ ഇഷ്ടമായിരുന്നു മലേഷ്യയില് നമുക്ക് നെക്സ്റ്റ് ആളോട് ചോദിക്കാം. അമ്മയ്ക്ക് എന്താ ഇഷ്ടമായത്? മലേഷ്യയിൽ എന്താ ഇഷ്ടമായത്? നല്ലൊരു ഫാമിലി ടൈം ആയിരുന്നു നമുക്ക് ഈ ഒരു റൂമിലുണ്ടായിരുന്നത്. റൂം എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല റൂമായിരുന്നു. അതിൻ്റെ ചെക്കിൻ്റെ സമയത്തുള്ള കുറച്ച് ഇഷ്യൂസും ചെക്കൗട്ടിൻ്റെ ടൈമിലുള്ള കുറച്ച് കൺഫ്യൂഷൻസും ഒഴിച്ചു കഴിഞ്ഞാൽ റൂമിൻ്റെ കാര്യം കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു വ്യൂ തന്നെ വേർത്തായിരുന്നു. നല്ല രസമായിരുന്നു. ഇപ്പം മഴയുള്ള സമയം കൊണ്ടാണ്. ശരിക്കും രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ സ്കൈയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ആയിരുന്നു. ഇവൻ നൈറ്റിലും അങ്ങനെ തന്നെ നല്ല ഭംഗിയായിരുന്നു, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ചെറിയൊരു റൂം ടൂർ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ